അങ്ങനെ രായത്തിൻ്റെ വെജിറ്റബിൾ ബിരിയാണി സ്റ്റാർട്ടാവാൻ പോവാണ്. നെയ്യ് ഇടാൻ പോകുന്നു. 6 kg ആണ്. എത്ര സ്പൂണല്ല? ഒരു 3 സ്പൂൺ ഇട്ടോ കേട്ടോ. അടുത്തതായിട്ട് സവോള 3 സവോളയാണിത്. ഇട്ടത് വഴറ്റുക. ലീഫ്, ബേ ലീഫ്, പിന്നെ ഏലക്ക എല്ലാം ഇട്ടു. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഇട്ടത് കേട്ടോ. എൻ്റെ കൂടെ കൂടി രായട്ടൻ ചെറുതായിട്ട് കുക്കിംഗ് പഠിച്ചില്ലേ? രായട്ടൻ ബഹറിലുള്ളപ്പോൾ ഇഷ്ടം പോലെ ആക്കിയതല്ലേ? ഒരു പ്രവാസിയാണ്. ഇതിന്റെ സഹനം എനിക്ക് അറിയുന്നത്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി കണക്കായിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒറ്റ നേരത്തേക്കുള്ള എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റി കുറയാണെങ്കിൽ ഇത് കുറച്ചിട്ടും, അല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഒരു 2 നേരത്തേക്കൊക്കെ രാവിലത്തേക്ക് വൈകുന്നേരത്തേക്കാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അരി കൂടുന്ന കണക്കായിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുകയും വേണം. അതിന് കണക്കായിട്ട് ഉള്ളിയുടെ ക്വാണ്ടിറ്റി കൂട്ടണം. അങ്ങനെ കാര്യങ്ങളുണ്ട്. സോ ഇത് ഡിപ്പെൻഡഡ് ആണ്. പക്ഷേ ഈ ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും ആവശ്യമാണ്. 3 പച്ചമുളക്, 2 പച്ചമുളകോ? 2 പച്ചമുളക്. അത് എരിവിന് കണക്കായിട്ടാണ്. നല്ല എരിവാണെങ്കിൽ കൂട്ടിയിടാം. ആവശ്യമുള്ള പച്ചക്കറി ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് ബീൻസ്, പയറ്, പിന്നെ ക്യാരറ്റ്. ഇതിൻ്റെ കൂടെ ആവശ്യമുള്ള ഏത് പച്ചക്കറി ആഡ് ചെയ്യാം നോർമലി. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് സോയാബീനാണ്. സോയാബീൻ ചെറുതാണ്, എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ്, ഇത് ഒരു ഉരുളക്കിഴങ്ങ് അല്ലേ? ഒരു ഉരുളക്കിഴങ്ങ് മൊത്തമില്ല, വലിയ ഉരുളക്കിഴങ്ങ്, അതുകൊണ്ട് 3/4 ഭാഗം എടുത്തേക്കുന്നത്. പച്ചപ്പട്ടാണി, ഇത് ഡ്രൈ പട്ടാണിയാണെങ്കിൽ ഒരു 1/2 hour കുതിർത്തിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിട്ട് നമ്മൾ കുതിർത്തെടുത്തിട്ട് വെച്ചതാണ്. ഇത് റെഡിമെയ്ഡാണ്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇടാണ്. ഇതിപ്പോൾ ഒരു ചെറിയ 2-2.5 തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ഡിപ്പെൻസ് ആണ്. തക്കാളി അധികം ടേസ്റ്റ് താല്പര്യമില്ലാത്തവരാണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം. പൊടിയാ ഈ പൊടികൾ ഇടാൻ പോവാ. കശ്മീരി പൊടി, കശ്മീരി പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു 2 ടീസ്പൂൺ, 2 സ്പൂൺ വേണം. ഓക്കെ. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ചും കൂടി ഇടാം. ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല ഒരു ടീസ്പൂൺ. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം കേട്ടോ. ഇത് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല. ഇത് മിക്സ് ചെയ്യണം അല്ലേ? ഇതിലേക്ക് ഉപ്പിടണ്ടേ? ഉപ്പിടണം. ലാസ്റ്റ് ഉപ്പിടാം, ചോറിട്ടിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട്. മസാല ഇട്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ്, 1 കപ്പ് തൈര്. കുറച്ചുകൂടി കട്ടിയായ നല്ലത്. നമുക്ക് ഇത്രയും ഫ്രീസറിലാക്കി കിട്ടിയിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ ഇതിൻ്റെ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. സ്മെല്ല് വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലി ആയിരിക്കും. പിന്നെ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. മസാല ബിരിയാണി മസാല കയറും. തൈരിട്ട് നന്നായി ഇളക്കി. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി മല്ലിച്ചപ്പ് പുതിയനയുടെ കോമ്പിനേഷൻ ഇതിട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം 1 കപ്പിനടുത്ത് ചെറു കപ്പിൽ മല്ലിച്ചപ്പ് പുതിയന കോമ്പിനേഷൻ ഇട്ടിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ വല്ലാതെ വഴറ്റേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിലൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അതിനകത്ത് കഴുകി വെച്ച് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന അരിയാണ്. നമ്മളിവിടെ KTCയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്, ബിരിയാണി അരി. ഓക്കെ, നന്നായി ഇത് അരി നമ്മളിതിലിട്ട ശേഷം ഇത് നന്നായിട്ട് നമ്മൾ അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഊറ്റിയെടുത്തിട്ടാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ഇതിപ്പോൾ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് വെജിറ്റബിൾ ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ് അല്ലേ കൂടുതൽ വേണ്ടത്. അത് ഞങ്ങൾ നല്ലപോലെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. നമ്മളിതിനകത്ത് മുട്ടയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. വെച്ചാൽ പിള്ളേർ വെജിറ്റബിൾ മാത്രമായ കഴിക്കില്ല, അപ്പം മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളത് ഒഴിക്കും കേട്ടോ. സാധാ വെള്ളം കേട്ടോ, തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, സാധാ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി അത് മൂടി വെക്കാൻ പോവാം കേട്ടോ. ഒരു കാര്യം ജസ്റ്റ് മറന്നുപോയി, ചെറുനാരങ്ങ നീര് മുകളിൽ കൂടെ പിഴിയണം. മറവി മനുഷ്യൻ്റെ ബാധകമല്ല. ഏകദേശം നമ്മളിത് സിമ്മിൽ ഇട്ട് വെച്ചിരിക്കുന്നത് 15 മിനിറ്റിനടുത്തായി. നമുക്കൊന്ന് ജസ്റ്റ് തുറന്നു നോക്കാം കേട്ടോ എന്താ അവസ്ഥ. വാവ്, മണം വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റി നല്ല വൃത്തിയായിട്ടുണ്ട്. അത് ചെറിയ സ്പൂൺ കൊണ്ട് അല്ല, അത് എടുക്കണ്ട. ആദ്യം മുട്ട വെക്ക്, അതിൻ്റെ മുകളിൽ കൂടെ മുട്ട വെക്കണം. ഇളക്കി എടുക്കണ്ട, എന്നിട്ട് മുട്ട അതിപ്പോൾ ഇളക്കണ്ട. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്ത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഡയറ്റിൻ്റെതാണല്ലോ വെജിറ്റബിൾ ബിരിയാണി, എൻ്റെതല്ലല്ലോ. നല്ല മണ്ണുണ്ട്. കൈ കൊള്ളുന്നില്ല, എന്തായാലും ഇവിടെ പിടിച്ചു. എല്ലാ ഭാഗം നല്ല ഏകദേശം ഒരേപോലെ തന്നെയാണ്. പിന്നെ റൈസ് ഇങ്ങനെ പറ്റി കിടക്കുന്നില്ല, എല്ലാം വിട്ടിട്ട് തന്നെ കിടക്കുന്നത്. കണ്ടോ, എവിടെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നില്ല, എല്ലാം ഇങ്ങനെ അകന്ന് തന്നെ കിടക്കുന്നത്. നമ്മൾ ഹോട്ടലിലൊക്കെ കാണുന്ന പോലെ കണ്ടോ, കുടഞ്ഞാൽ കിട്ടുന്ന ടൈപ്പേ ഉള്ളൂ. ഓക്കെ, സെറ്റാണ്. ഇതിന് നമുക്ക് ഇതിൽ മുട്ടയും കൂടി വെക്കാം. ഇതിൻ്റെ ഓഫാക്കിയതിന് ശേഷം മുട്ട വെക്കുന്ന അല്ലേ? ഓഫാക്കിയിട്ട് മുട്ട വെക്കാണ്. മുട്ട വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഇടുക കേട്ടോ. ഇതല്ലല്ലോ ചീസ്, ഇതെങ്ങനെ സ്പൂണും കൂടെ എടുത്തിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇത് മൂടി വെക്കാൻ പോവാണേ. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. ബൈ ബൈ. അങ്ങനെ കഴിച്ചു നോക്കുക. ഞാനുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ്. ഇവിടെ ഒരാൾ സ്പൂണും പിടിച്ച് നിൽക്കുകയാണ്. അതെ, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഹോട്ടലൊന്നുമല്ല. ഇനി നമുക്ക് വെജിറ്റബിൾ ബിരിയാണി. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇത്ര ഭംഗിയാണെന്ന് അറിയില്ല. അതെ, ദിവമോള് പറയട്ടെ. വെജിറ്റബിൾ എടുക്കാൻ കഴിയായിട്ടായിരിക്കും ദിവ. എന്താ ദിവമോളെ വെജിറ്റബിൾ? അതെയോ? രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എന്റെ ഡെറിക്കിന് ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ ഡെറിക്ക്. സൂപ്പർ. നോക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് പറയുന്നത്. ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനലിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ റെസിപ്പി അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പറയുമ്പോൾ കമന്റ് ഒന്ന് ചെയ്യും രസമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ബൈ.